പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി 19 ഞായർ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ മിക്ക ഗവർണറേറ്റുകളെയും ജനുവരി 21 വരെ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ബാധിക്കുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇതിന്റെ ഭാഗമായി പടിഞ്ഞാറൻ മുസന്തം ഗവർണറേറ്റിന്റെയും ഒമാൻ കടലിന്റെ തീരങ്ങളും തിരമാലകൾ പരമാവധി 2.5 മീറ്റർ വരെ ഉയർന്നേക്കും. മരുഭൂമിയിലും തുറന്ന പ്രദേശങ്ങളിലും പൊടി ഉയരുകയും ദൂരക്കാഴ്ചയെ ബാധിക്കുകയും ചെയ്തേക്കും. ഈ കാലയളവിൽ താപനിലയിലും മാറ്റം വരുമെന്ന് അധികൃതർ അറിയിച്ചു. 10ാമത് എഡിഷൻ ഒമാൻ മരുഭൂമി മാരത്തണ് ബിദിയയിൽ തുടക്കം. രാവിലെ 7:30 അൽ ജൗഹറത്ത് റിസോർട്ടിൽ നിന്ന് മാരത്തോൺ ആരംഭിച്ചു. 42 കിലോമീറ്ററായിരുന്നു മത്സര ദൂരം. രണ്ടാം ദിനമായ ഇന്ന് മത്സരം 32 കിലോമീറ്ററാണ്. നാളെ 40 കിലോമീറ്ററും ചൊവ്വാഴ്ച 30 കിലോമീറ്ററും ബുധനാഴ്ച 21 കിലോമീറ്ററുമാണ് തുടർന്നുള്ള ഘട്ടങ്ങളിലെ ദൈർഘ്യം. 5 ഘട്ടങ്ങളിലായി 165 കിലോമീറ്ററാണ് ആകെ മാരത്തൺ ദൂരം. മാരത്തൺ അനുബന്ധമായി വിവിധ മത്സരങ്ങളും മറ്റും അധികൃതർ സംഘടിപ്പിക്കുന്നുണ്ട്. നിരവധി രാഷ്ട്രങ്ങളിൽ നിന്നുള്ള താരങ്ങളിൽ മാരത്തണിൽ പങ്കെടുക്കുന്നുണ്ട്. ഒമാനിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള താരങ്ങൾ ഇത്തവണയും മാരത്തണിന്റെ ഭാഗമാകുന്നുവെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. താരങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തിയാണ് മത്സരങ്ങൾ. മേഖലയിലെ തന്നെ ഏറ്റവും മനോഹരമായ മരുഭൂമികളിലൂടെയുള്ള മാരത്തൺ താരങ്ങൾക്കും മികച്ച അനുഭവമാണ് സമ്മാനിക്കുക. ഒമാനിലെ സ്റ്റാർ ഹോട്ടലുകളുടെ വരുമാനത്തിൽ വർധന. കഴിഞ്ഞ നവംബർ അവസാനത്തോടെ 3 സ്റ്റാർ മുതൽ 5 സ്റ്റാർ ഹോട്ടലുകളിൽ നിന്നുള്ള വരുമാനം 212.37 ദശലക്ഷം റിയാലിലെത്തി. മുൻവർഷത്തെ ഇതേ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ 4.9% വർധനവുണ്ടായതായും ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. 2023 ഇതേ കാലയളവിൽ 1,08,57,729 റിയാൽ ആയിരുന്നു വരുമാനം. ഹോട്ടൽ അതിഥികളുടെ മൊത്തം എണ്ണത്തിൽ 3.9% വർധനവും രേഖപ്പെടുത്തി. കഴിഞ്ഞ നവംബറോടെ 1,09,29,485 ആളുകളാണ് അതിഥികളായി എത്തിയത്. 2023 ഇത് 1,08,57,729 ആയിരുന്നു. താമസ നിരക്കും നേരിയ തോതിൽ വർധിച്ചു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ 47.9% നിന്ന് 1.5% ഉയർന്ന് 48.7% ആയി. സന്ദർശകരായി എത്തിയത് കൂടുതൽ പേർ ഒമാനിൽ നിന്നുള്ളവരായിരുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4.9% വർധിച്ച് 7,39,406 ഒമാനി പൗരന്മാരാണ് അതിഥികളായി എത്തിയത്. GCC സന്ദർശകർ 0.1% വർധിപ്പിച്ച് 1,82,408 ആയി. മറ്റ് അറബ് സന്ദർശകർ 12.4% ഉയർന്ന് 95,586 ആയി. യൂറോപ്യൻ സന്ദർശകർ 4.7% വർധിപ്പിച്ച് 4,66,827 ആയി. അമേരിക്കയിൽ നിന്ന് 53,813 ആളുകളാണ് സന്ദർശകരായി എത്തിയത്. 4.3% ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ആഫ്രിക്കൻ സന്ദർശകരുടെ എണ്ണം 6.4% വർധിപ്പിച്ച് 11,108 ആയി. ഏഷ്യയിൽ നിന്നുള്ള സന്ദർശകരുടെ എണ്ണം 2,77,627 ആയി ഉയർന്നു. 4.8% വർധനവാണ് ഉണ്ടായത്. അതേസമയം ഓഷ്യാനിയയിൽ നിന്നുള്ള സന്ദർശകരുടെ എണ്ണം 30% കുറഞ്ഞ് 28,038 ആയി. ആഭ്യന്തര അന്തർദേശീയ സന്ദർശകരുടെ എണ്ണം ക്രമാനുഗതമായി ഉയരുന്നത് ഒമാന്റെ ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ തുടർച്ചയായ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. തലസ്ഥാനത്തെ വെള്ളപ്പൊക്കം തടയുന്നതിന് ആമിറാത്തിൽ നിർമ്മിക്കുന്ന ആമിറാത്ത് അണക്കെട്ട് അടുത്ത മാസം 10-ന് ഉദ്ഘാടനം ചെയ്യും. ഔഖാഫ് മതകാര്യ മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ സഈദ് അൽ മഅ്മരി ചടങ്ങിന് കാർമ്മികത്വം വഹിക്കും. അൽ ജുഫൈന പ്രദേശത്ത് വരുന്ന അണക്കെട്ട് സുൽത്താനേറ്റിന്റെ
പുതുനവോത്ഥാനത്തിന്റെ 5ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് രാജ്യത്തിന് സമർപ്പിക്കുന്നത്. സീബിലും അനുബന്ധമായി അണക്കെട്ട് നിർമ്മാണം പുരോഗമിക്കുകയാണ്. കാർഷിക, ഫിഷറീസ്, ജലവിഭവ മന്ത്രാലയം നിർമ്മിക്കുന്ന 2 അണക്കെട്ടുകളിലുമായി 26.8 ദശലക്ഷം m3 വെള്ളം ശേഖരിക്കാൻ കഴിയും. നൂതന നിരീക്ഷണ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് അണക്കെട്ടുകൾ ഒരുക്കിയിരിക്കുന്നതെന്ന്. ശക്തമായ മഴയെ തുടർന്ന് സ്ഥിരമായ വെള്ളപ്പൊക്കമുണ്ടാകുന്ന മസ്കത്തിലെ മേഖലകളിൽ പ്രശ്നപരിഹാരത്തിന് നിരവധി പദ്ധതികളാണ് അധികൃതർ നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മസ്കത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലാണ് വെള്ളപ്പൊക്കമുണ്ടാകുന്നത്. ഇതിനെ തുടർന്ന് മണിക്കൂറോളം വാഹനഗതാഗത സ്തംഭനമുണ്ടാകാറുണ്ട്. താമസ കേന്ദ്രങ്ങളിലും വെള്ളപ്പൊക്കമുണ്ടാകാറുണ്ട്. ശക്തമായ മഴയിൽ പുറത്തിറങ്ങാൻ പോലും ഇവിടുത്തുകാർക്ക് സാധിക്കാറില്ല. അണക്കെട്ടുകൾ നിർമ്മിച്ചും ഡ്രെയിനേജിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചും മുഴുവൻ പ്രദേശങ്ങളിലെയും വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാതാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നേരത്തെ മിനിസ്ട്രീസ് ഡിസ്ട്രിക്റ്റിൽ മഴവെള്ള ഡ്രെയിനേജിനുള്ള സമാന പദ്ധതിയുടെ തീരുമാനം പൂർത്തീകരിച്ചിരുന്നു. ഇന്ത്യൻ സ്കൂൾ ഭരണസമിതിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലെ വിജയികളെ പ്രഖ്യാപിച്ചു. 594 വോട്ട് നേടി ഷമീർ PTK വിജയികളിൽ ഒന്നാമനായി. കൃഷ്ണേന്ദു, നിതീഷ് കുമാർ PP എന്നീ മലയാളികളും വിജയികളിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ സ്കൂൾ ബോർഡിലേക്ക് തുടർച്ചയായി 2ാം തവണയാണ് 3 മലയാളികൾ ഒരുമിച്ച് വരുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ രാത്രി 8:30ഓടെയാണ് വിജയികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ദാമോദർ കാട്ടി 550, സയ്യിദ് സൽമാൻ 496, കൃഷ്ണേന്ദു 440, നിതീഷ് കുമാർ PP 432 എന്നിങ്ങനെയാണ് വിജയികളായ മറ്റുള്ളവർക്ക് ലഭിച്ച വോട്ടുകൾ. ഡോക്ടർ സതി ഉതുപ്പാൻ 407, വിജയ് ശരവണ ശങ്കരൻ 268, പ്രഭാകർ കൃഷ്ണമൂർത്തി 231 എന്നിങ്ങനെയാണ് മറ്റ് സ്ഥാനാർത്ഥികളുടെ വോട്ട് നില. 85 വോട്ടുകൾ അസാധുവായതായും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഒമാനിലെ 22 ഇന്ത്യൻ സ്കൂളുകളെയും ഭരിക്കുന്ന 15 അംഗങ്ങളുള്ള ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡിലേക്ക് 5 പേരെയാണ് വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നത്. 4 മലയാളികളടക്കം 8 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. 7000-ൽ പരം വിദ്യാർത്ഥികൾ അധ്യയനം നടത്തുന്ന മസ്കത്ത് ഇന്ത്യൻ സ്കൂളിലെ 5125 രക്ഷിതാക്കൾക്കായിരുന്നു വോട്ടവകാശം ഉണ്ടായിരുന്നത്. 3503 രക്ഷിതാക്കൾ വോട്ടവകാശം വിനിയോഗിച്ചു. രാവിലെ 8 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 5 മണി വരെ തുടർന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് സ്ഥാനാർത്ഥികൾ കുറഞ്ഞെങ്കിലും പോളിംഗ് ശതമാനം ഉയരുകയായിരുന്നു. മസ്കത്ത് ഇന്ത്യൻ സ്കൂളിന്റെ മൾട്ടിപർപ്പസ് ഹാളിലാണ് വോട്ടെടുപ്പ് നടന്നത്. രാവിലെ മുതൽ തന്നെ വോട്ടർമാർ എത്തിക്കൊണ്ടിരുന്നു. പുറത്ത് സ്ഥാനാർത്ഥികൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നവരും അനുഭാവികളുമായി സജീവമായി നിലകൊണ്ടു. നാട്ടിലെ തിരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തെ സൂചിപ്പിക്കുന്ന വിധമായിരുന്നു ഇന്ത്യൻ സ്കൂളിന് പുറത്ത് സ്ഥാനാർത്ഥികളുടെ അനുഭാവികൾ പ്രവർത്തിച്ചത്. സ്ത്രീകളും കുട്ടികളും വോട്ടർമാരെ സ്വാധീനിക്കാൻ രംഗത്ത് ഉണ്ടായിരുന്നു. പൊതുപ്രവർത്തകരുടെ വലിയ സാന്നിധ്യം തന്നെ മസ്കത്ത് ഇന്ത്യൻ സ്കൂളിന് പുറത്ത് ആവേശപൂർവ്വം നിലകൊണ്ടു. വിവിധ പ്രചരണ രീതികളും സ്ഥാനാർത്ഥികൾ ഇന്നും സ്വീകരിച്ചു. വോട്ടിംഗ് സുതാര്യമാക്കുന്നതിനായി ബാബു രാജേന്ദ്രൻ ചെയർമാനായ കമ്മിറ്റി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് നടപടികൾ. ഉച്ചയ്ക്ക് മുമ്പുള്ള സമയത്താണ് കൂടുതൽ പേർ വോട്ട് ചെയ്യാനെത്തിയതെങ്കിലും വൈകുന്നേരം പോളിംഗ് സമയം അവസാനിക്കുമ്പോൾ നല്ല തിരക്ക് അനുഭവപ്പെട്ടു. വോട്ടെണ്ണൽ നടപടികൾ 5:30ഓടെ ആരംഭിച്ചിരുന്നു. സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ ആദ്യം ലഭിച്ച വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ബാലറ്റ് പേപ്പറുകൾ തരംതിരിച്ചുവെച്ചു. പുറത്ത് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചവർ ഫലമറിയാനായി കാത്തുനിന്നു. അഭിവാദ്യങ്ങൾ അർപ്പിച്ച് വിജയികളെ വരവേറ്റു. വിജയിച്ചവരെ ആനയിച്ച് തോളിലേറ്റി ആഹ്ലാദ പ്രകടനവും നടന്നു. നാട്ടിലെ തിരഞ്ഞെടുപ്പ് ഓർമ്മകൾ സമ്മാനിക്കുന്നതായി ഇത്. റീകൗണ്ടിംഗ് ആവശ്യപ്പെടുന്ന സ്ഥാനാർത്ഥികൾ ഇന്ന് അപേക്ഷ സമർപ്പിക്കണം. 22-ന് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവരുടെ പട്ടിക ചെയർമാന് കൈമാറുമെന്നും ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ അറിയിച്ചിരുന്നു. ഒമാനിലെ കരഗതാഗതം വികസിപ്പിക്കുന്നതിനും നിരത്തുകളിൽ യാത്രകൾ സുഗമമാക്കുന്നതിനും
വിവിധ റോഡ് പദ്ധതികളുടെ പൂർത്തീകരണത്തിന് ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം ഒരുങ്ങുന്നു. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ച ഏറ്റവും പുതിയ സാങ്കേതിക സവിശേഷതകൾ അനുസൃതമായിരിക്കും റോഡ് പദ്ധതികൾ നടപ്പാക്കുകയെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഹൈമ വിലായത്തിൽ നിന്ന് തുംറൈത്ത് വിലായത്ത് വരെയുള്ള സുൽത്താൻ സയ്യിദ് ബിൻ തൈമൂർ ഇരട്ടപ്പാതയുടെ 3 പാക്കേജുകൾ ഉൾപ്പെടെ 2024 300 ദശലക്ഷം റിയാലിന്റെ റോഡ് പദ്ധതികൾ അനുവദിച്ചതായി റോഡ്സ് ആൻഡ് ലാൻഡ് ട്രാൻസ്പോർട്ട് ഡയറക്ടർ ജനറൽ പറഞ്ഞു. ഈ പദ്ധതി 3 കരാറുകൾക്ക് നൽകിയിട്ടുണ്ട്. ഈ വർഷം ആദ്യ പാദത്തിൽ നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുൽത്താൻ തൈമൂർ ബിൻ ഫൈസൽ റോഡ് പദ്ധതിയുടെ ബാത്തിന തീരദേശ പാത ശേഷിക്കുന്ന പ്രവൃത്തികൾ മന്ത്രാലയം നടപ്പാക്കും. ഏകദേശം 4% ആണ് ഇത് പൂർത്തീകരിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലും സമയപദ്ധതിക്ക് അനുസൃതമായും പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. മുസന്തം ഗവർണറേറ്റിലെ സുൽത്താൻ ഫൈസൽ ബിൻ തുർക്കി റോഡ് മന്ത്രാലയം നടപ്പാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായ പദ്ധതികൾ ഒന്നാണ്. നിർമ്മാണം 27% എത്തിയിട്ടുണ്ട്. പദ്ധതി നടപ്പിലാക്കുന്ന കരാറുകാരന് സൗകര്യമൊരുക്കുന്നതിനായി സർവീസ് റോഡുകൾ തുറന്നുകൊടുത്തിട്ടുണ്ട്. സുൽത്താൻ തുർക്കി ബിൻ സയ്യിദ് റോഡ് 20% പൂർത്തീകരണ നിരക്കിലെത്തി. അൽകാമിൽ അൽവാഫി വിലായത്തിന്റെ തുടക്കം മുതൽ തഹ്വ പ്രദേശം വരെയുള്ള 4 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു പുതിയ റോഡ് പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. വാദി ബാനി ഖലീദ് റോഡ് പദ്ധതിക്കായി പ്രത്യേക കമ്പനിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ചരിവുകൾ കുറച്ച് നിലവിലെ റോഡിന് പകരം പുതിയത് നിർമ്മിക്കും. സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് റോഡിനെയും അൽബാത്തിന എക്സ്പ്രസ് വേയും ബന്ധിപ്പിക്കുന്ന റോഡ് നിലവിൽ നിർമ്മാണം 90% പൂർത്തിയായിട്ടുണ്ട്. ഈ റോഡിനെ ബന്ധിപ്പിക്കുന്ന എല്ലാ പാക്കേജുകളും ഈ വർഷം മധ്യത്തിലോ അവസാന പാദത്തിലോ പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.